തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഇതിനിടയിൽ വി.എസ്. സുനിൽകുമാർ പരാതി നൽകിയിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ മറുപടി എന്താ? ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ എനിക്ക് വാട്സപ്പ് വഴി തന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയിൽ 2 ദിവസം മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രക്കുറിപ്പിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങളാരും ഒരു പരാതിയും അവിടെ കിട്ടിയിട്ടില്ല എന്നും അങ്ങനെയുള്ള പരാതികളൊന്നും ഇലക്ഷൻ കമ്മീഷന് മുമ്പിലാകെ ആരും നൽകിയിട്ടില്ല എന്നും ഇവർ വേണ്ടത് ശരിക്കും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണും, കാരണം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്നും പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നും ഞങ്ങൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, കലക്ട്രേറ്റിൽ നിന്നുള്ള മറുപടിയും കൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള പരാതിന്മേലെല്ലാം തീർപ്പാക്കിയിട്ടുള്ളതാണെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഇലക്ഷൻ റൂള് 23(b) അനുസരിച്ച് നിങ്ങൾക്കൊരു സത്യവാങ്മൂലം കൊടുത്താൽ, സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊടുത്ത പോലെ തന്നെ, നിങ്ങൾ ഏതെങ്കിലും ഫാൾസ് ഇൻഫർമേഷനാണ് തരുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ന്യായസംഹിത അനുസരിച്ച് ഭാരതീയ ന്യായസംഹിതയുടെ ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഭീഷണിയുണ്ട്. അതായത് ആ റൂള് പ്രകാരം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയും വലിയൊരു പരാതി ഉണ്ടായിട്ടും ആ പരാതിയെ സ്വമേധയെ അന്വേഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല എന്നർത്ഥം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള ആ ഒരു തെറ്റിനെ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള തെറ്റിനെ സ്വയം ബോധ്യപ്പെട്ടാൽ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഞാനൊരു പത്രപ്രസ്താവന നടത്തിയപ്പോൾ സ്വയം ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മറുപടി തന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്തം കാണിച്ചു ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും അധികം മാധ്യമങ്ങളും നേരത്തെ കൊടുത്ത പൊളിറ്റിക്കൽ പാർട്ടികൾ കൊടുത്തതിന് പുറമെ ഇത്രയധികം മാധ്യമങ്ങൾ ഇത്രയും വലിയ വിപുലമായ കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ സത്യവാങ്മൂലം മേടിച്ചിട്ടല്ല പിന്നെ കാര്യം അന്വേഷിക്കേണ്ടത്, അല്ലാതെ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നെ നിഷ്പക്ഷതയെ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട നിഷ്പക്ഷത ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിലെ ആളുകൾ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീങ്ങുള്ളൂ എന്ന് പറയുന്നത് ദുരൂഹമായിട്ടുള്ളൊരു നിലപാടാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. ഇനിയിപ്പോൾ ഈ സത്യവാങ്മൂലം പ്രകാരം ഞാൻ തെളിവ് കൊടുത്താലും ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അതിന് ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ ഉയർന്നു വന്നിരിക്കുന്ന കാര്യം, രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ സമാനമായ കാര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ വളരെ വ്യക്തമായി ഇലക്ഷൻ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ള ഇലക്ഷൻ ക്രമക്കേടുകൾ, ഇലക്ഷൻ അഴിമതികൾ ഞങ്ങൾ കൃത്യമായി BJP സ്ഥാനാർത്ഥി നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ പെറ്റീഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തെളിവുകൾ കോടതി പരിശോധിച്ചതിന് ശേഷമാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനർത്ഥം അത് ഫയൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കാം ഇലക്ഷൻ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അന്ന് സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ള കുറേ കാര്യങ്ങൾ അവർ അങ്ങോട്ട് പറയുകയും, രണ്ടും കൂടി ഇപ്പോൾ കമ്പയർ ചെയ്തിട്ടാണ് ഹൈക്കോടതി ഇത് ഫയൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഹിയറിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതിന് മുമ്പ് തന്നെ ഈ പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പായും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷനും ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അതൊരു 10,000-കണക്കിന് വോട്ടുകൾ, ഞാൻ അതിൻ്റെ കൃത്യമെണ്ണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും ശരിയല്ല. ഒരു 10,000-കണക്കിന് വോട്ടുകൾ എന്തായാലും ഇവിടെ അങ്ങനെ ചേർന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഒരു ചോദ്യം, 75,000 വോട്ടും ജയിച്ച അത്രയും വോട്ട് ചേർന്നിട്ടുണ്ടോ? ആ ചോദ്യം എന്നോട് ചോദിക്കരുത്. നിങ്ങൾ 75,000 വോട്ട് ജയിച്ചു എന്നുള്ളതിൻ്റെ കൊണ്ട് മാത്രം നിങ്ങൾ 5,000-ഓ 6,000 വോട്ട് മാനിപ്പുലേറ്റ് ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നത് ഏത് നിലയ്ക്കാണ്, ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു മാനിപ്പുലേഷൻ തെറ്റായൊരു കാര്യം. അതായത് റൂൾ 6 അനുസരിച്ച്, ഫോം 6 പ്രകാരം 2024 ജനുവരി മാസം 1-ാം തീയതി 18 വയസ്സ് തികഞ്ഞിരിക്കുന്ന ആളുകൾക്കാണുള്ള വോട്ടവകാശം. അതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ 6 മാസമായി താമസിച്ച് എനിക്ക് അവിടെ വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്കവിടെ വോട്ട് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് കൊടുക്കണം. അതിന് പകരം മറ്റു പല സ്ഥലങ്ങളിലും താമസിക്കുന്ന, ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെയെല്ലാം BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും BJPക്കാരായ ആളുകളെ RSSും BJPയും വളരെ പ്ലാൻ ചെയ്ത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ലിസ്റ്റുകളെല്ലാം എടുത്ത് ഇവിടെയുള്ള ആൾതാമസമില്ലാത്തതും ആൾതാമസമുള്ളതുമായ ഫ്ലാറ്റുകളുടെ അഡ്രസ്സ് വെച്ച് പിന്നെ BLOക്ക് അപേക്ഷ കൊടുത്ത്, അപേക്ഷയുടെ മുമ്പാകെ ഞാനും കൂടെ താമസക്കാരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇവർക്ക് വേണ്ടി അനുവദിച്ചത് കൊടുത്തതുപോലെയുള്ള വളരെ ദുർബലമായ ഒരു ഡോക്യുമെൻ്റ്, അതെന്താണ്, ഒരു പോസ്റ്റ് കാർഡിൻ്റെ പിൻബലത്തിൽ ഇത്രയും ആളുകളെ അവിടെ ചേർത്തി വ്യാപകമായി അവർ ഈ മണ്ഡലത്തിലല്ലാത്ത ആളുകളുടെ വോട്ടുകൾ കൂടി അവർ ഇവരുടെ വോട്ടുകളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ കറപ്ഷനാണ്, ഒരു മാനിപ്പുലേഷനാണ്. അത് എത്രയുണ്ട് എന്നുള്ള ചോദ്യത്തേക്കാൾ ഉപരി അത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എത്ര വോട്ട് ചേർത്തി എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ സുരേഷ് ഗോപി 11 വോട്ടുണ്ടെന്ന് പറയും. ഞാൻ അതിന് ചലഞ്ച് ചെയ്യുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ വോട്ട് ചെയ്തോട്ടെ, അതൊരു ന്യായീകരണമുള്ളൊരു കാര്യമാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകളെ നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനല്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ നിയമം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രായത്തെ നിയമത്തിൽ ആ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെന്തിനാണ് പിന്നെ ഈ മണ്ഡലങ്ങൾക്ക് അതിർത്തി നിർണ്ണയിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് വാർഡിന് അതിർത്തി നിർണ്ണയിക്കുന്നത് എന്തിനാണ്? നിങ്ങളെന്തിനാണ് ഈ മണ്ഡലത്തിന് അതിർത്തി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നിയമം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ചില പിന്നെ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ്. ഇതിനെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമങ്ങളുടെയും അതിൻ്റെ ലൂപ്പ് ഹോളുകളുടെയും പിൻബലത്തിൽ ഇവരുടെ ഔദാര്യത്തോടും ഇവരുടെ ഒത്താശയോടും ഇവരുടെ പിൻബലത്തോടും കൂടി ഈ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തോറ്റുപോയതിലുള്ള വിഷമം കൊണ്ടാണെന്ന് BJP നേതാക്കന്മാർ ഫേസ്ബുക്ക് കൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുന്നത് കണ്ട് ഞങ്ങൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ശക്തമായ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പിന്നെ ഭരണഘടനാ സ്ഥാപനത്തെ അതിൻ്റെ ശക്തിയെ പൂർണ്ണമായിട്ടും ഭരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമായ ഒരു ജനാധിപത്യത്തിൻ്റെ മരണമണി തന്നെയാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജയിച്ച ആളാണെങ്കിൽ പോലും ആൾക്കുണ്ടെന്നുള്ളതാണ്. ഇനി ഞാൻ തോറ്റത് ഫെയർ ആൻഡ് പിന്നെ ട്രാൻസ്പെറൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഞാൻ തോറ്റു, അല്ല ഞാൻ ജയിച്ചത് അതുപോലെയാണെന്നുണ്ടെങ്കിൽ അതിന് മഹത്തുണ്ട്. പക്ഷേ അതല്ലാത്ത രീതിയിൽ മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു. പലവരും മാനിപ്പുലേഷൻ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ മാനിപ്പുലേഷനൊക്കെ നടത്തിയിട്ടാണ് ചെയ്തതെന്ന് വന്നു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. BJP നേതാവായിട്ടുള്ള KR ഷാജി, ചാലക്കരയിലെ KR ഷാജി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേലക്കരയിലെ വരവൂർ പഞ്ചായത്തിലുള്ള ഒരു വോട്ടറാണ്. അയാളെങ്ങനെ ഇവിടെ വന്നത്? ഇൻലാൻഡ് ഉദയിൽ വന്നാൽ എങ്ങനെയാണ്? നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ആ പരാതികളൊക്കെ പുറത്തു വരാൻ പോവാണ്. ഇനി നിങ്ങൾ അന്വേഷിക്കൂ, കുറേ പരാതികൾ പുറത്തു വരട്ടെ. ഏതായാലും തിരഞ്ഞെടുപ്പ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. അതിന് ശക്തി പകരുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.